ഒന്നുമില്ലായ്മയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്നും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും ഒരു വഴി തെളിഞ്ഞു വരും. അതാണ് ആകർഷണ നിയമത്തിന്റെ പവർ. കാരണം ആകർഷണ നിയമം പ്രകൃതിയുടെ നിയമമാണ്. സുഹൃത്തുക്കളെ നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? അപ്പം നമ്മൾ കഴിഞ്ഞ 4 വീഡിയോയിലായിട്ട് ആകർഷണ നിയമവും അതിൻ്റെ രഹസ്യവും മനസ്സിലാക്കി നമ്മുടെ ജീവിതം എങ്ങനെ ചേഞ്ച് ചെയ്യാം, നമ്മുടെ ജീവിത നിലവാരം എങ്ങനെ മെച്ചപ്പെടുത്താം, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കാം, നമ്മൾ ആഗ്രഹിച്ചതൊക്കെ എങ്ങനെ നേടാം എന്നെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് നമ്മുടെ ചിന്തയാണ് അല്ലേ. ആ ചിന്തയിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളത് മാത്രം ചിന്തിക്കാനാണ് ആകർഷണ നിയമത്തിന്റെ രഹസ്യം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണ്ടാത്തത് ചിന്തിക്കാതെ നമുക്ക് വേണ്ടത് മാത്രം ചിന്തിക്കാൻ, അത് ഭാവനയിൽ കാണാൻ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ വാക്കുകളെ ഏറ്റവും പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ. പിന്നെ നമുക്ക് ബോഡി തരുന്നൊരു സിഗ്നൽ ഉണ്ട്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, നമ്മുടെ വൈകാരിക അനുഭവത്തിലൂടെ. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഫീലിങ്സിനെയും നമ്മുടെ വാക്കുകളെയും ഏറ്റവും പോസിറ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് ഈ പ്രകൃതിയിൽ നിന്ന് ആകർഷിച്ചെടുക്കാൻ പറ്റുന്ന ഒരേ ഒരു നിയമമുള്ളൂ. ഗുരുത്വാകർഷണ നിയമം പോലെ തന്നെ സത്യമായത്, പവറുള്ളത് ആകർഷണ നിയമം. നമ്മൾ കഴിഞ്ഞ 4 വീഡിയോയിലും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എങ്ങനെയാണത് ഇനിയും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, എങ്ങനെയാണ് നമ്മളിലേക്ക് സ്വീകരിക്കുക എന്ന് പഠിക്കുകയാണ്. അതിനുമുമ്പ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങിക്കൊള്ളൂ കേട്ടോ. കുറച്ച് പേരൊക്കെ പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അവർ ഭയങ്കര ഹാപ്പിയാണ്, അവരിൽ ഭയങ്കര കോൺഫിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ജയിച്ച് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, എന്തോ ഒരു അത്ഭുതം ഞങ്ങളിൽ സംഭവിക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നുന്നു, ഭയങ്കര എനർജറ്റിക് ആവുന്നു എന്നൊക്കെ പറഞ്ഞതിൽ ഞാനും ഭയങ്കര ഹാപ്പിയാണ്. അപ്പം തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാനില്ല, എന്നാൽ ലാഭമേ ഉള്ളൂ. ആകർഷണ നിയമം പ്രകൃതിയുടെ നിയമമാണ്. അപ്പം ഇനി നമ്മൾ എന്താണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നതെന്നറിയോ? വിശ്വസിക്കുക, ആവശ്യപ്പെടുക, സ്വീകരിക്കുക. ഇത് 3 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയാണ് ആവശ്യപ്പെടുക എന്ന് നോക്കുക. ഇത് ഭയങ്കര രസമാണ്. നമ്മൾ ഓർഡർ കൊടുക്കുകയാണ്, നമ്മുടെ കയ്യിൽ ഒരു കാറ്റലോഗ് ഉണ്ടെന്ന് കരുതുക. അപ്പം നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നമ്മൾ പറയുകയാണ്. അത് ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ അത് ഏറ്റവും നല്ല കാര്യമായിരിക്കണം, അതിലൊരു നന്മ ഉണ്ടായിരിക്കണം, അത്രത്തോളം തീവ്രമായിരിക്കണം ആ ആഗ്രഹം. വീണ്ടും ഉറപ്പിച്ച് പറയാം, അത് നന്മയുള്ളതായിരിക്കണം, അത് തീവ്രമായിട്ടുള്ളതായിരിക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ അത് കിട്ടിക്കഴിഞ്ഞു, നമ്മൾ അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടിക്കഴിഞ്ഞു. നമ്മളില്ലേ ഒരു വീട് നോക്കാൻ പോയി, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങാൻ പോയി. അപ്പൊ ആ കാറിന് നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ കാറ് നമ്മുടേതായി കഴിഞ്ഞ ഒരു ഫീൽ ഉണ്ടാവില്ലേ? അതുപോലെ നിങ്ങൾ വിശ്വസിക്കുക. എന്ത്? ഞാനത് ഓർഡർ കൊടുത്തു കഴിഞ്ഞു, എനിക്കത് കിട്ടും. എന്നിട്ട് അത് ഭാവനയിൽ കാണുക, എനിക്ക് കിട്ടുന്നത്, ഞാനത് പെരുമാറുന്നത്, ഞാനത് ഉപയോഗിക്കുന്നത്, ഞാനത് നേടുന്നത് എല്ലാം നിങ്ങൾ ഡെയിലി ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും പ്രാക്ടീസ് ചെയ്യുക. നമ്മളെ ഒരു കാർ ഓടിച്ച് നൈറ്റിൽ ഒരു വണ്ടി ഓടിച്ച് പോവുകയെന്ന് കരുതുക. അപ്പൊ എന്താ സംഭവിക്കുക? ഫ്രണ്ടില് റോഡിൽ നമുക്ക് വെളിച്ചം കിട്ടുക, ലൈറ്റ് കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ ആദ്യ സ്റ്റെപ്പ് വെക്കുക. നമ്മൾ പോകുന്നതിനനുസരിച്ച്, നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് മുന്നിലുള്ള വഴി തെളിയും, മുന്നിൽ ലൈറ്റും ഉണ്ടാവും. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ ഞാൻ രസമുള്ളൊരു കഥ കേൾക്കായിരുന്നു, അലാവുദ്ദീൻ്റെ ഭൂതത്തിൻ്റെ. അപ്പം അലാവുദ്ദീൻ ഭൂതത്തോട് ആഗ്രഹങ്ങൾ പറയുമ്പം ഭൂതം പറയും, അലംബന, അങ്ങയുടെ ആഗ്രഹം എൻ്റെ കൽപ്പനയാണ്. ഇതേപോലെ തന്നെ എൻ്റെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് രാധയോട്, രാധയുടെ ആഗ്രഹം എനിക്കുള്ള, സഖിയുടെ ആഗ്രഹം എൻ്റെ ആജ്ഞയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും സത്യസന്ധമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് പ്രകൃതിയോട് പങ്കുവച്ചാൽ അത് നമുക്ക് ഏത് വിധേനയും നമുക്കത് സാധ്യമാക്കി തരും. അതിനുള്ള രഹസ്യമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബുക്കിലൂടെ പോവാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ഈ ജീവിതം എത്ര എളുപ്പമാണ്, എത്ര മനോഹരമാണ്, ഈ ലോകത്തുള്ള നന്മകളെല്ലാം എനിക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക മനസ്സിലല്ലേ. അങ്ങനെ പ്രാക്ടീസ് ചെയ്തവരെ 2-3 പേര് എന്നെ വിളിച്ചിട്ട് പറയാ, ചേച്ചി എന്തൊരു സുഖമാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ, അങ്ങനെ സങ്കല്പിക്കുന്നു, ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ എന്ന്. അങ്ങനെ നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ, ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര കേട്ടോ, ഹാപ്പിയാണ് ഞാൻ. അപ്പം നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം എന്താണ് വേണ്ടതെന്നറിയോ? നിങ്ങൾ വാസ്തവത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? പേനയും പേപ്പർ എടുക്കുക, എന്നിട്ട് ഒരു തുണ്ട് കടലാസിൽ എഴുതി തുടങ്ങുക. എങ്ങനെയാ തുടങ്ങേണ്ടതെന്ന് അറിയോ?
നിങ്ങൾക്ക് തുടങ്ങുന്നത് ഇങ്ങനെയാവാം. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടി. ആകയാൽ എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നില്ലേ, എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു നന്മയില്ല, ഒരു സന്തോഷമില്ല, ഒരനുഗ്രഹവും കിട്ടിയിട്ടില്ല? വെറുതെ വിചാരിക്കുക. നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നറിയോ? നമ്മൾ ഇന്ന് രാവിലെ ഉറങ്ങി എഴുന്നേറ്റില്ലേ ഹാപ്പി ആയിട്ട്, അത് ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ? അപ്പം അതിനാദ്യം ഒരു നന്ദി പറയുക. പിന്നെ നമ്മുടെ മാതാപിതാക്കളോട് ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുക. അവർ നമ്മളെ പ്രസവിച്ചു എന്തെല്ലാം കഷ്ടതകളും കഷ്ടപ്പാടുകളും സഹിച്ചിട്ടായിരിക്കും അവർ വളർത്തി ഇത്രയാക്കിയിട്ടുണ്ടാവുക. എന്നാൽ നമ്മളെ അവർ നോക്കിയ പോലെ നമുക്കൊരു നേരം അവരെ നോക്കാൻ പറ്റുന്നുണ്ടോ? ഓടി എത്താൻ പറ്റുന്നുണ്ടോ? അതൊക്കെ ഓർക്കുമ്പോൾ ഒരു വല്ലാത്ത സങ്കടമല്ലേ? എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ വയ്യ, സ്ട്രോക്ക് വന്നതിന് ശേഷം കുറച്ച് പ്രശ്നങ്ങളൊക്കെയാ എൻ്റെ ഉള്ളിൽ. അതെപ്പോഴും സങ്കടമായിട്ടിരിക്കുക. കാരണം അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നതിന് ശേഷം യൂറിൻ ഇങ്ങനെ പോണ്, അതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഡിസ്റ്റർബ് ഉണ്ടായിട്ട് അമ്മേൻ്റെ കോൺഫിഡൻ്റ് ഒക്കെ പോയിരിക്കുക. അപ്പോ സത്യം പറഞ്ഞാൽ അവര് നോക്കിയതിന്റെ 1/4 നമുക്ക് അവരെ നോക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോ അവരെത്ര കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടായിരിക്കും നമ്മുടെ പോറ്റിയിട്ടുണ്ടാകുക, നമ്മുടെ വളർത്തിയിട്ടുണ്ടാകുക. അതിന് നമുക്ക് ആദ്യം നന്ദി പറയാം, അല്ലേ? പിന്നെ ഈ മനോഹരമായ ഭൂമിയിൽ നമുക്കൊരു ജന്മം കിട്ടിയില്ലേ? മനുഷ്യ ജന്മം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നില്ലേ കഷ്ടപ്പാടാണ്, ദുരിതാണ് എന്നൊക്കെ. അതെല്ലാം അനുഭവിക്കാനും വേണം, ഇതൊക്കെ അറിയാനും അനുഭവിക്കാനും വേണം നമുക്കൊരു ഭാഗ്യം. അത് മനുഷ്യ ജന്മം എത്ര മനോഹരമാണെന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞു പോവുക. പിന്നെ നമ്മൾ വയറ് നിറച്ച ആഹാരം കഴിക്കുന്നില്ലേ, അതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയണ്ടേ? പിന്നെ നമ്മൾ ഈ മഴയത്ത് എത്ര സുഖമായിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. അത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമല്ലേ? ഇത്ര സൗകര്യമില്ലാതെ ചോർന്നൊലിക്കുന്ന തെരുവിലും റോഡിലും ഒക്കെ കിടന്നുറങ്ങുന്ന എത്രയോ പേരുണ്ട്. അതുമാത്രമല്ല, വേദന കൊണ്ട് പുളഞ്ഞു പോയ സമയമല്ലേ എന്നെ പോലെ ക്യാൻസറായിട്ട് ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നുപോയ പ്രിയ സുഹൃത്തുക്കളെ. ഇപ്പം നമ്മൾ ആ വേദനയിൽ നിന്നൊക്കെ വിട്ട് അത് ഹീലിംഗ് ആയി നമ്മൾ ഹാപ്പി ആയിട്ട് ഉറങ്ങുന്നില്ലേ? 6-7 ദിവസം കീമോ കഴിഞ്ഞിട്ട് 10 ദിവസമൊക്കെ തുടർച്ചയായിട്ട് ഡേ നൈറ്റ് 1 മിനിറ്റ് പോലും ഉറങ്ങാത്ത സമയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ സുഖമായിട്ട് എപ്പോൾ കിടന്നാലും, ഇപ്പം എന്നോട് സെറ്റി കിടക്കാൻ പറഞ്ഞാൽ ഞാൻ ഉറങ്ങുന്നില്ലേ? അതിന് നമുക്ക് നന്ദി പറയാം. പിന്നെ നമ്മുടെ മക്കള് അല്ലേ, അവര് ഒരു ദിവസം വീട്ടിലില്ലാതിരിക്കുമ്പോൾ, അവര് വീട് വാരി വലിച്ചിടുമ്പോൾ, അവര് നമ്മുടെ കിച്ചൺ അലങ്കോലാക്കിയിടുമ്പോൾ, ബെഡ്റൂം അലങ്കോലാക്കിയിടുമ്പോൾ ഒക്കെ നമ്മൾ ദേഷ്യം പിടിക്കില്ലേ? അവരൊരു നേരം നമ്മളെടുത്തുനിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമുള്ളത്. അവർ വീട് അലങ്കോലാക്കിക്കോട്ടെ അല്ലേ? അപ്പൊ അതിന് നമ്മൾ നന്ദി പറയണ്ടേ, നല്ല മക്കളെ തന്നതിന്. പിന്നെ നമ്മുടെ പങ്കാളി, അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടാവും. ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ പെരുമാറുന്നുണ്ടാവില്ല. നമ്മൾ കുറെ കൂടി റൊമാൻറ്റിക് ആയിരിക്കാം, പക്ഷേ അവരുടെ ഉള്ളിൽ ആ സ്നേഹം ഉണ്ട്. അവരങ്ങനെയാണ്, ഓരോ വ്യക്തിയും അങ്ങനെയാണ്. ദൈവം കൂട്ടി യോജിപ്പിച്ചതാണത്. അവരെ നമ്മൾ തന്നതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയണ്ടേ? എത്ര കെയറിങ്ങോട്, എത്ര ഇഷ്ടം ഉണ്ടാവും. നമ്മൾ സ്നേഹിക്കുന്ന അതേ ഇഷ്ടം അവരിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി അവരെ തിരിച്ച് സ്നേഹിച്ചാൽ മതി. സ്നേഹം കൊണ്ട് മാത്രമേ നമുക്ക് സ്നേഹം നേടിയെടുക്കാൻ പറ്റൂ. അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് നോക്കുമ്പോൾ കൃതജ്ഞത രേഖപ്പെടുത്തേണ്ട കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതാദ്യം എഴുതി തുടങ്ങട്ടോ നമുക്ക്. ദൈവമേ, ഞാൻ ഇന്ന ആളുടെ മകളായി ജനിച്ചതിന്. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് നന്ദി പറയാനുണ്ടാവും. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. തുടർന്ന് നിങ്ങളുടെ ജീവിതം എല്ലാ മേഖലകളിലും എന്തായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് വിശദീകരിക്കുക, എഴുതി തുടങ്ങുക. വേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷേ അതെന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാവണം. അത് നിങ്ങളുടെ ജോലിയാണ്. നിങ്ങൾക്ക് വ്യക്തതയില്ലെങ്കിൽ ആകർഷണ നിയമത്തിന് അത് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതാണ്, എന്താണ് നമുക്ക് വേണ്ടതെന്ന് വ്യക്തമായിട്ട് നമ്മൾ പറയണം. എന്നാലേ നമുക്ക് അത് ആകർഷണ നിയമം നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. ജീവിതത്തിൽ ഒരു പക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കാം ശരിക്കും നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി നിശ്ചയിക്കണം എന്നൊരാൾ പറയുന്നത്, അല്ലേ? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തും നേടാം, ആയിത്തീരാം, ചെയ്യാം. ഒരു പരിധിയുമില്ല. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സൃഷ്ടി പ്രക്രിയയിലെ ആദ്യപടി ചോദിക്കുക. അതുകൊണ്ട് ആവശ്യപ്പെടുന്നത് ഒരു ശീലമാക്കുക. ഏത് വഴി തിരഞ്ഞെടുക്കണം എന്ന് ഉറപ്പില്ലെങ്കിൽ ചോദിക്കുക. ജീവിതത്തിൽ ഒരിക്കലും എവിടെയും തട്ടിത്തടഞ്ഞു നിൽക്കരുത്.
നമുക്കിപ്പം തോന്നുക കൺഫ്യൂഷനാണ്, നമുക്കൊരു ജോലിയുടെ കാര്യമാണ് അല്ലെങ്കിൽ ഒരു യാത്രയുടെ കാര്യമാണ്, ലൈഫിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്വയം ഉള്ളിലേക്ക് ആദ്യം ചോദിക്കുക, എനിക്ക് എന്താണ് വേണ്ടത്, ഞാൻ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്, മറ്റൊരാളോടും ചോദിക്കേണ്ടത്. പ്രകൃതിയിലേക്ക് തന്നെ നമ്മൾ വിടുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു ഉത്തരം കിട്ടുമെന്നാണ് ഈ ബുക്കിൽ പറയുന്നത്. നോക്കാം നമുക്ക് അല്ലേ, പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ആവശ്യം ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ, ആവശ്യം പറഞ്ഞാൽ വീണ്ടും വീണ്ടും അത് പറയേണ്ട ആവശ്യമില്ല. പിന്നെന്താ ചെയ്യേണ്ടത്? വിശ്വസിക്കാൻ. ഇപ്പം ഇതൊരു ഡൈനിങ്ങളല്ലേ, നമ്മളിവിടെ ഒരു സെറ്റിക്കും കൂടെ ഓർഡർ ചെയ്താൽ നമ്മൾ എന്താ ചെയ്യുക? അത് വരുന്നുണ്ടാവും അല്ലേ? നമ്മൾ ആമസോണിലൊക്കെ ഓർഡർ ചെയ്താൽ അത് വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ള സ്പേസ് നമ്മൾ ഒരുക്കി വെക്കില്ലേ? അതുപോലെ നമ്മുടെ ലൈഫിൽ എന്താണോ നമ്മൾ ആവശ്യപ്പെട്ടത് അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുക, അതിനുവേണ്ടി തയ്യാറാവുക. അതാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞത്. എനിക്കത് ലഭിച്ചു കഴിഞ്ഞു, ഞാൻ അതിന് എന്നിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, എൻ്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം പ്രയത്നങ്ങൾ അതിനു വേണ്ടി ഉണ്ടാവേണ്ടതുണ്ട്, അത് ചെയ്യുക. എന്നിട്ടത് ലഭിച്ചതായി തീർച്ചയായിട്ടും ഭാവനയിൽ കാണുക. അതിൻ്റെ ഹാപ്പിനെസ് നിങ്ങൾ എൻജോയ് ചെയ്യുക. പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചത് കാണാതെ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും അല്ലേ? നമ്മൾ നിരാശരാകും, മനസ്സിൽ സംശയം ഉദിച്ചു തുടങ്ങും. ആ സംശയം ഇച്ഛാഭംഗം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് ഇനി നമുക്ക് വേണ്ട. നമ്മൾ ആഗ്രഹിച്ചത് നമ്മൾ നേടാൻ പോവുകയാണ്. നമ്മൾ അതിനു വേണ്ടി തയ്യാറാവുക, അതിൽ വിശ്വസിക്കുക. നമ്മൾ തയ്യാറാവുക എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രയത്നം കൂടി ഉൾപ്പെടും കേട്ടോ. നമ്മളൊരു കാര്യത്തിനാണെങ്കിൽ അതിന് വേണ്ടതൊക്കെ ഒരുക്കി വെക്കുക. നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കാൻ പോവുകയാണെങ്കിൽ നമ്മളൊരു കുറച്ചു കാലം മുൻപ് തന്നെ മുൻകൂട്ടി കാര്യങ്ങളൊക്കെ തീരുമാനിക്കില്ലേ? അതുപോലെ നമ്മളത് പ്രപഞ്ചത്തിനോട് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ അതിനു വേണ്ടി മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുങ്ങിയിരിക്കുക. നമുക്കത് കിട്ടും. ഹാപ്പി ആയിട്ടിരിക്കുക. അത് കിട്ടിയതായിട്ട് നമ്മൾ ഭാവനയിൽ കാണുക. പിന്നെ ഒന്നും കൂടെ ഉണ്ട്, എന്തെല്ലാം ഉണ്ടെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊരു ചൊല്ലുണ്ട് അല്ലേ? അപ്പോൾ ഇല്ലായ്മയിൽ നിന്നാണ് നമുക്ക് മാനസിക സംഘർഷങ്ങൾ, വ്യക്തിബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഒക്കെ ഉടലെടുക്കുന്നത്, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ. അപ്പോൾ ഒരുപാട് സമ്പത്തുണ്ടായിട്ട് നമുക്ക് പരസ്പരം സ്നേഹിക്കാം, പരസ്പര സ്നേഹം പങ്കുവെക്കാം. അത് അച്ഛനായാലും അമ്മയായാലും മക്കളായാലും ഭാര്യ ഭർത്താക്കന്മാരായാലും ആരായാലും, ഏത് റിലേഷൻഷിപ്പിലായാലും ഉള്ളിൽ വിങ്ങി നിൽക്കുന്ന സ്നേഹത്തെ നമ്മൾ പരസ്പരം പങ്കുവെക്കുക. അല്ലെങ്കിൽ ഇന്നിപ്പോൾ കുറച്ച് സാമ്പത്തിക പ്രശ്നമുണ്ട്, നമ്മൾ സ്വാഭാവികമായിട്ടും മൂഡ് ഔട്ടായി പോകും. പക്ഷെ അതിനിടയിൽ മറ്റുള്ളവരോട് അത് കാണിക്കാതിരിക്കുക, പരസ്പര സ്നേഹം പങ്കുവെക്കുക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ അച്ഛനെ അമ്മയെ ഒക്കെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് എത്ര കാലമായിട്ടുണ്ടാവും എനിക്കറിയില്ല. ഇനിയിപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഇന്റർകോഴ്സിന്റെ സമയത്തല്ലാതെ നിങ്ങളുടെ ഹസ്ബൻഡിനെയോ ഭാര്യയോ ഒന്ന് ചേർത്ത് നിർത്തി ഒരു ഉമ്മ കൊടുക്കാൻ പറ്റിയാൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന മാറ്റം അതിഭയങ്കരമായിരിക്കും. കാരണം നമ്മുടെ ശരീരത്തിൽ അപ്പോൾ ഹാപ്പി ഹോർമോണൊക്കെ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് മോശം സിറ്റുവേഷനിലാണെങ്കിലും ബന്ധങ്ങൾ എപ്പോഴും ഊഷ്മളമാവണം. നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ. അപ്പോൾ എല്ലാവരും പരസ്പര സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോവുക. നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നമ്മൾ കയ്യിലെടുക്കാൻ പോവുകയാണ്, നേടിയെടുക്കാൻ പോവുകയാണ്. കാരണം നമ്മൾ അത്രയും ശുദ്ധന്മാരാണ് മനസ്സുകൊണ്ടല്ലേ. നമ്മുടെ ആഗ്രഹങ്ങളും അത്രയ്ക്കും പവിത്രതയുള്ളതായിരിക്കട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി അടുത്ത എപ്പിസോഡിൽ ഞാനൊരു സൂത്രവും ഒരു രഹസ്യവും കൂടി ഒപ്പം പങ്കുവയ്ക്കുന്നതായിരിക്കും നേടാൻ. അപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിച്ചിരിക്കും. ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാ നിരാശയും ഒക്കെ മാറ്റി വെക്കുക കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കുക. ലവ് യു. താങ്ക് യു.